എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 85ഉം 86ഉം ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 85-ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 86-ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവാൻ കടമ്പ് വൃക്ഷത്തിൽ കയറിയിട്ട് കാളിയനെ മർദ്ദിക്കുന്നതിന് വേണ്ടിയിട്ട്, കാളിയനെ അവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയിട്ട് കാളിന്തിയിലേക്ക് ചാടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ആ ചാട്ടം, വെള്ളത്തിലേക്കുള്ള എടുത്ത് ചാട്ടം എന്നുള്ളതൊക്കെയാണ് കവി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം 85-ാമത്തെ ശ്ലോകം നോക്കാം. അനഭ്രവൃഷ്ടിർനിഖില പ്രജാനാം മഹാശനിസ്തസ്യ ഭുജംഗമസ്യ സരൂപ്യമാണസുരസിദ്ധസംഘൈ പപാദലക്ഷ്മീപതിരന്തരീക്ഷാത്. ആദ്യം പദച്ഛേദം നോക്കാം. അനഭ്രവൃഷ്ടി നിഖില പ്രജാനാം മഹാശനി തസ്യ ഭുജംഗമസ്യ സ രൂപ്യമാണ സുരസിദ്ധസംഘൈ പപാത ലക്ഷ്മീപതി അന്തരീക്ഷാത്. ഭഗവാനെ പറ്റി വർണ്ണിക്കുകയാണ്. സ ലക്ഷ്മീപതി, ആ ലക്ഷ്മീപതിയായിരിക്കുന്ന ശ്രീനിവാസനായിരിക്കുന്ന കൃഷ്ണൻ ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണെങ്കിൽ, ഭഗവാൻ എങ്ങനെയാണ്, സാധാരണക്കാർക്ക് എങ്ങനെയാണ്, ആ സർപ്പത്തിന് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം പറയണത്. നിഖില പ്രജാനാം അനഭ്രവൃഷ്ടി സ ലക്ഷ്മീപതി, ആ ലക്ഷ്മീപതിയായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ നിഖില പ്രജാനം, എല്ലാ ജനങ്ങൾക്കും, ഭക്തജനങ്ങൾക്കൊക്കെയും തന്നെ, നിഖിലം എന്ന് പറഞ്ഞാൽ എല്ലാം, അഖിലം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നിഖിലം എന്നുള്ള വാക്കും വരുന്നത്. നിഖില പ്രജാനം, ലോകത്തിലെല്ലാവർക്കും തന്നെ അനഭ്രവൃഷ്ടിയാണ്. അനഭ്രം എന്ന് പറഞ്ഞാൽ മേഘമില്ലാതെ തന്നെ വർഷിക്കുന്നവനാണ്, മേഘമില്ലാതെ കിട്ടുന്ന മഴയാണ്, വർഷിക്കുന്നവനാണെന്നല്ല, മഴയാണെന്നാണ് പറയേണ്ടത്. സാധാരണ ലോകത്ത് നമുക്ക് കിട്ടുന്ന മഴ മുഴുവനും മേഘത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുള്ളൂ. എന്നാൽ ഭഗവാനാകുന്ന മഴ മേഘമില്ലെങ്കിലും ലഭിക്കും. അതായത് മേഘം വേണ്ടല്ലോ, ഭഗവാന്റെ അനുഗ്രഹ ആശിസ്സുകൾ എല്ലായ്പ്പോഴും ഭക്തജനങ്ങളുടെ മേലിങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അനഭ്രവൃഷ്ടിയാണ്, എല്ലാവർക്കും ഏറ്റവും സാന്ത്വനമരുളുന്ന, എല്ലാ തരത്തിലും സുഖം നൽകുന്ന ഒരു വൃഷ്ടിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആ പാമ്പിനെ എങ്ങനെയായി തീർന്നു എന്നാണ് അടുത്ത വാക്കുകൊണ്ട് വർണ്ണിക്കുന്നത്. തസ്യ ഭുജംഗമസ്യ, ആ ഭുജംഗത്തിന്, ഭുജംഗമം, ഭുജംഗം എന്നൊക്കെ പറഞ്ഞാൽ പാമ്പ് എന്നർത്ഥം, കാളിയന് മഹാശനി, മഹാശനി എന്ന് പറഞ്ഞാൽ ഉൽക്ക എന്നൊക്കെ പറയും. അതായത് ആകാശത്ത് നിന്ന് ഇടുത്തി വീഴുക എന്നൊക്കെ പറയുമല്ലോ, ഇടുത്തിയ് എന്ന് പറയാം. അതുപോലെ ഉൽക്കാപതനം എന്നൊക്കെ പറയാം, ഇടിമിന്നൽ ഭൂമിയിലേക്ക് ഇറങ്ങി വെട്ടുക എന്നൊക്കെ പറയണത് പോലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മഹാശനി എന്ന്. മഹാശനിയായിട്ട് ഭവിച്ചത് പാമ്പിന് മാത്രമാണ്, സാധാരണക്കാർക്ക് ആർക്കും ഭഗവാൻ മഹാശനിയല്ല, എല്ലാവർക്കും അനഭ്രവൃഷ്ടിയാണ്. കാരുണ്യത്തിൻ്റെ മഴ കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആ സർപ്പത്തിന് മാത്രം, എല്ലാവരെയും ദ്രോഹിച്ചു കൊണ്ട് കഴിയുന്ന സർപ്പത്തിന് വേണ്ടി മാത്രം തൽക്കാലത്തേക്ക് മഹാശനിയായി തീർന്നു. അപ്പോൾ സർപ്പത്തിനെ നശിപ്പിക്കാൻ തന്നെയാണ് ഭഗവാൻ പുറപ്പെട്ടത് എന്നുള്ളത് ആ വാക്കുകൊണ്ട് മനസ്സിലായി. അങ്ങനെ അതാരാണ് അങ്ങനെ കൽപ്പിക്കണത് അല്ലെങ്കിൽ വർണ്ണിക്കണത്? മനുഷ്യരോ അല്ലെങ്കിൽ കവിയോ ഒന്നുമല്ല. അപ്പോൾ കവി പറയാണ് ഇപ്രകാരം: സുരസിദ്ധ സംഘൈ രൂപ്യമാണ്, സുരസിദ്ധ സംഘങ്ങളാൽ. ആകാശത്ത് നിന്ന് ഭഗവാൻ ഒന്ന് അനങ്ങിയാൽ ഭഗവാന്റെ ക്രീഡകൾ, ചേഷ്ടകൾ, വ്യാപാരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നവരാണ് ദേവന്മാർ. അവർ സ്വർഗലോകത്ത് നിന്ന് കാണുകയാണ് ഭഗവാൻ എടുത്ത് ചാടണത്. ആ ചാടണ കാഴ്ച കണ്ടപ്പോൾ ആകാശത്ത് നിന്ന് ഇടിത്തി വീണതാണോ എന്ന് അവർക്ക് തോന്നിപ്പോയി. ഉത്പ്രേക്ഷാലങ്കാരാണ്. അതാണ് ഇപ്രകാരം സുരസിദ്ധ സംഘൈഹി, സുരന്മാരുടെയും സിദ്ധന്മാരുടെയും സംഘങ്ങളാൽ രൂപ്യമാണ്. രൂപ്യമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അങ്ങനെയാണൊരു രൂപം വന്നത്. ഭഗവാൻ ആകാശത്ത് നിന്ന്, അതായത് ഈ കടമ്പ് വൃക്ഷത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടിയപ്പോൾ കുറച്ചു നേരം ആകാശത്തായിരിക്കുമല്ലോ. ആ സമയത്ത് ഭഗവാനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ മേഘത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വെട്ടുന്ന അഗ്നിയെ പോലെ തോന്നി. അങ്ങനെ സുരന്മാരാലും സിദ്ധന്മാരാലും രൂപണം ചെയ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഭഗവാൻ സലക്ഷ്മീപതി,
അന്തരീക്ഷാത്, അന്തരീക്ഷത്തിൽ നിന്ന്. അന്തരീക്ഷം എന്നുള്ളത് നമുക്ക് ചുറ്റുമുള്ള ആകാശം. ആകാശം എന്ന് പറയുന്നതും അന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ്. അന്തരീക്ഷത്തിൽ നിന്ന് പപാത എടുത്തു ചാടി, അന്തരീക്ഷത്തിൽ കൂടെയാണ്, അതായത് കടമ്പ വൃക്ഷത്തിൻ്റെ ശാഖകളിൽ നിന്നും നേരെ വെള്ളത്തിലേക്ക്, കാളിന്തിയിലേക്ക് എടുത്തു ചാടി എന്നർത്ഥം. ദേവന്മാർ ഇങ്ങനെയൊക്കെ വിചാരിക്കുകയാണ്, മേഘമില്ലെങ്കിലും പെയ്യുന്ന വർഷമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ഇതാ കാളിയൻ്റെ മേലേക്ക് അല്ലെങ്കിൽ കാളിന്തിയിലേക്ക് എടുത്ത് ചാടിയപ്പോൾ ഒരു അഗ്നി ഗോളം താഴത്തേക്ക് വീണതുപോലെ ആയിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വർണ്ണിക്കുകയാണ് സുരന്മാരും സിദ്ധന്മാരും കൂടി ചെയ്തത്. എന്നിട്ട് അപ്പോൾ ഭഗവാൻ എടുത്ത് ചാടിയപ്പോൾ കടമ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് വർണ്ണിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥകളാണ്. എന്നാലും കടമ്പിന് എന്താ തോന്നിയത് ഭഗവാൻ ചാടിയപ്പോൾ, അതാണ് 86-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലാം. കഥഞ്ചിതാത്മാനമുപേത്യ തസ്മിൻ ഭ്രഷ്ടേ മഹാജ്യോതിഷി കൃഷ്ണരത്നേ ശുചാഭിസന്തപ്ത ഇവാതിമാത്രം ശാഖാകരാഗ്രം വ്യധുനോത്സനീപ. നീപം എന്ന് പറഞ്ഞാൽ കടമ്പാണ്. കടമ്പിന് എന്താണ് ഉണ്ടായത് എന്നാണ് പറയണത്. ആദ്യം പദച്ഛേദം പറയാം. കഥഞ്ചിത് ആത്മാനം ഉപേത്യ തസ്മിൻ ഭ്രഷ്ടേ മഹാജ്യോതിഷി കൃഷ്ണരത്നേ ശുചാ അഭിസന്തപ്ത ഇവ അതിമാത്രം ശാഖാകരാഗ്രം വ്യധുനോത് സഹ നീപ. സ നീപ, ആ നീപമാകട്ടെ. ഭഗവാന്റെ വരവും ഭഗവാന്റെ പോക്കും വേഗം തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് നീപത്തിന് സംഭവിച്ചത്? ആ കടമ്പ് വൃക്ഷം മഹാജ്യോതിഷി കൃഷ്ണരത്നേ, മഹാജ്യോതിസായിട്ടുള്ള ഏറ്റവും വലിയ തിളക്കമാർന്ന ഒരു രത്നമാണല്ലോ ഇന്ദ്രനീലക്കല്ല്. ആ ഇന്ദ്രനീലക്കല്ലിനോടൊത്തുള്ള കൃഷ്ണൻ, അതാണ് മഹാജ്യോതിഷി. നല്ല തിളക്കമാർന്ന കൃഷ്ണൻ എന്നു പേരുള്ള രത്നം കഥഞ്ചിത് എങ്ങനെയൊക്കെയോ ദൈവഗത്യ, പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, എങ്ങനെയൊക്കെയോ തൻ്റെ അടുത്തേക്ക് വന്നു. അതാണ് കഥഞ്ചിത് ആത്മാനം ഉപേത്യ, എന്തുകൊണ്ടോ എങ്ങനെയോ എൻ്റെ അടുത്തേക്ക് വന്നു. വന്നിട്ട് അപ്പോൾ തന്നെ എന്തുണ്ടായി? തസ്മിൻ ഭ്രഷ്ടേ സതി. തസ്മിൻ എന്ന് പറഞ്ഞാൽ യമുനാ ഹ്രദത്തിൽ, യമുന നദിയുടെ ആ ആഴമുള്ള ഹ്രദത്തിലേക്ക്, ആഴമുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, ഒരു ഗർത്തം, വലിയൊരു കുഴി, അവിടേക്ക് വീണുപോയപ്പോൾ, അപ്പോൾ ഒരു രത്നം തൻ്റെ അടുത്ത് തൻ്റെ കയ്യിൽ കിട്ടി. ആ രത്നം പെട്ടെന്ന് നല്ല ഒഴുക്കുള്ള അല്ലെങ്കിൽ ആഴമുള്ള വെള്ളത്തിലേക്ക്, ഒരു പുഴയിലേക്ക് ഒഴുകിപ്പോയതുപോലെ ആയി എന്നാണ് കവി വർണ്ണിക്കുന്നത്. അങ്ങനെ ഒരു തോന്നലായി കടമ്പ് വൃക്ഷത്തിന്. അതാണ് തസ്മിൻ ഭ്രഷ്ടേ സതി, അത് പോയപ്പോൾ കടമ്പ് വൃക്ഷത്തിന് വല്ലാത്ത വിഷമം വന്നതുപോലെയായി. കവി വർണ്ണിക്കുകയാണ്. ശുച അഭിസന്തപ്ത ഇവ അതിമാത്രം ശാഖാകരാഗ്രം വ്യധുനോത്. ശുച ദുഃഖം കൊണ്ട്, ശുക് എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, ശുച എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൃതീയ ഏകവചനം. ശുച അഭിസന്തപ്ത ഇവ, വല്ലാതെ സന്തപ്തനായതുപോലെ ഭഗവാൻ തന്നിലേക്ക് വന്നു. നിമിഷ നേരം കൊണ്ട് തന്നിൽ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്തു, ചാടി വെള്ളത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ വല്ലാതെ വിഷമായി ആ മരത്തിന്. അതുകൊണ്ട് വല്ലാതെ സന്താപം വന്നവനാണ് എന്ന് തോന്നും വണ്ണം നീപവൃക്ഷത്തിൻ്റെ ശാഖാകരാഗ്രം, അതിൻ്റെ ശാഖയുടെ അറ്റം, ശാഖയാകുന്ന കരത്തിൻ്റെ അറ്റം, അതാണ് ശാഖാകരാഗ്രം. ആ കൊമ്പിൻ്റെ അറ്റം വ്യധുനോത്, അതിമാത്രം വ്യധുനോത്, വല്ലാതെ വിറച്ചു എന്നർത്ഥം, കമ്പനം ചെയ്തു എന്നർത്ഥം. വ്യധുനോത് എന്ന് പറഞ്ഞാൽ കമ്പനം ചെയ്യുക, വിറയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? ഭഗവാൻ മരത്തിൽ കയറി കൊമ്പുമ്മ കൂടെ ചവിട്ടിയിട്ട് വെള്ളത്തിലേക്കാണ്ട് എടുത്ത് ചാടുമ്പോൾ അത്ര കനലില്ലാത്ത കൊമ്പ് ഭഗവാന്റെ ചാട്ടത്തോട് കൂടിയിട്ട് വല്ലാതെ വിറയ്ക്കും. സാധാരണയായിട്ട് ലോകത്ത് നമ്മൾ കാണുന്നതാണ് വണ്ണം കുറഞ്ഞ അല്ലെങ്കിൽ കനമില്ലാത്ത ഒരു മരത്തിൻ്റെ കൊമ്പുമ്മ അല്ലെങ്കിൽ മരക്കൊമ്പ് കനമില്ലാത്തതാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു പക്ഷി പറന്നു പോയാൽ അതിങ്ങനെ കുലുങ്ങുന്നത് കാണാം. അതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കടമ്പ് വൃക്ഷത്തിൻ്റെ കൊമ്പ് വല്ലാതെ വിറയ്ക്കുന്നത് പോലെ തോന്നി. ആ വിറയ്ക്കുന്നത് ഭഗവാന്റെ ചാട്ടം കൊണ്ടാണ്. പക്ഷെ അത് കാണുന്നവർക്ക് എന്താ തോന്നുന്നത്? ഒരു കവിഹൃദയമുള്ള ഒരാൾക്ക് തോന്നുകയാണ് തൻ്റെ അടുത്തുനിന്ന് പോയല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞപ്പോൾ ശരീരത്തിനൊരു വിറയൽ വന്നതാണോ എന്ന് തോന്നിപ്പോകും. കടമ്പ് വൃക്ഷം
സങ്കടപ്പെട്ടതാണ്. സങ്കടപ്പെട്ടപ്പോൾ ഒരു വിറയൽ വന്നതാണ് എന്നാണ്. ശാഖാകരാഗ്രം, കയ്യിൽ നിന്നല്ലേ തെറിച്ചു പോയത് രത്നം. അപ്പം കയ്യിനൊരു വിറയൽ വന്നതുപോലെ. രത്നം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് ഉപയോഗിച്ചത് വിലയൊന്നും അതിൻ്റെ മൂല്യമൊന്നും അളക്കാൻ പറ്റാത്ത അത്രയ്ക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഒരു രത്നമായിട്ട് കൽപ്പിച്ചത്. അപ്പോൾ പല അലങ്കാരങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഭഗവാനെ രത്നമായിട്ട് കൽപ്പിച്ചത് കൊണ്ട് അവിടെ രൂപകാലങ്കാരമുണ്ട്. അതുകൊണ്ടാണോ വിറച്ചത് എന്ന് സംശയം പ്രകടിപ്പിച്ചു. ശരിക്കും വിറച്ചതല്ല. കനമുള്ളൊരു വസ്തു ഈ മരത്തിൻ്റെ കൊമ്പത്ത് നിന്ന് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വിറയ്ക്കാറുള്ളതാണ്. അപ്പോൾ ഉത്പ്രേക്ഷയുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിറയലിനെ പറ്റി പറഞ്ഞത് കൊണ്ട് സ്വഭാവോക്തിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അലങ്കാരങ്ങളുടെ ഒരു വർണ്ണന കൊണ്ട് കടമ്പിൽ നിന്ന് ഭഗവാൻ എടുത്ത് ചാടി കടമ്പ് വൃക്ഷമൊന്ന് കുലുങ്ങി എന്ന് വർണ്ണിക്കാനാണ് കവി ഉദ്ദേശിച്ചത്. ആ കുലുങ്ങലിനെ ദുഃഖമായിട്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് കവി വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു കൂട്ടുകാരൻ തൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം വർണ്ണിച്ചത് കൊണ്ട് സമാസോക്തി അലങ്കാരം കൂടിയുണ്ട്. ഒരു വർണ്ണന കൊണ്ട് രണ്ട് കഥകൾ സംഗ്രഹിച്ച് പറഞ്ഞത് കൊണ്ട് സമാസോക്തി എന്നുള്ള അലങ്കാരം കൂടി നമുക്കിവിടെ കൂട്ടി വായിക്കാം എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അലങ്കാരങ്ങളുടെ പേര് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കുന്നതാണ്. രൂപകം എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്വഭാവോക്തി എങ്ങനെയാണ് വന്നത്, സമാസോക്തി എങ്ങനെയാണ് വന്നത് എന്നുള്ള ഉത്പ്രേക്ഷ, അതൊക്കെ കൂട്ടി വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ അലങ്കാരമല്ല, പലതും കൂടി ചേർന്നിരിക്കുകയാണെന്നുള്ളത് കൊണ്ട് ഒരു സങ്കര സ്വഭാവമുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ സങ്കരാലങ്കാരമാണ് ഇതിൽ വരുന്നത് എന്നാണ് പറയുക. അങ്ങനെ ഭഗവാൻ ഹ്രദത്തിലേക്ക് എടുത്ത് ചാടി എന്ന് ഈ 86-ാമത്തെ ശ്ലോകം കൊണ്ട് വർണ്ണിച്ചിരിക്കുകയാണ് കവി. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അനഭ്രവൃഷ്ടിർനിഖില പ്രജാനാം മഹാശനിസ്തസ്യ ഭുജംഗമസ്യ സരൂപ്യമാണസുരസിദ്ധസംഘൈ പപാദലക്ഷ്മീപതിരന്തരിക്ഷാത് കഥഞ്ചിദാത്മാനമുപേത്യ തസ്മിൻ ഭ്രഷ്ടേ മഹാജ്യോതിഷി കൃഷ്ണരത്നേ ശുചാഭിസന്തപ്ത ഇവാതിമാത്രം ശാഖാകരാഗ്രം വ്യധുനോത്സനീപ. സുന്ദരമായിട്ടുള്ള അലങ്കാരഭൂയിഷ്ഠമായിട്ടുള്ള ഈ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.